ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്റ്റോറിയിലേക്ക് പോകാം. ചേച്ചിയും ചേട്ടനും പുറത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ ദിവ്യയോട് ചോദിച്ചു, അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ എന്ന്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. രണ്ടാളും ഇപ്പോൾ വേറെ ലോകത്താണ്. അതിൻ്റെ ലക്ഷണങ്ങൾ നന്നായി കാണാനും കഴിയും. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ എല്ലാവരും വേറെ ഒരു ലോകത്തായിരിക്കും, ദിവ്യ പറഞ്ഞു. ഇത് കേട്ടതും അമ്മ ദിവ്യയെ ഒന്ന് നോക്കി. എന്നിട്ട്, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അമ്മ ചോദിച്ചു. ദിവ്യയാണെങ്കിൽ നാണത്തോടെ അമ്മയെ നോക്കി. എന്നിട്ട് ഒട്ടും വൈകിക്കാതെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അകത്തേക്ക് കയറിയതും ചേട്ടനും ചേച്ചിയും റൂമിലേക്ക് പോകുന്നത് കണ്ടു. അവൾ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര് അഭിലാഷ് എന്ന. കാണാൻ സുന്ദരൻ. അവനെ കണ്ടപ്പോൾ തന്നെ അവൾക്കും ചേച്ചിക്കും ഇഷ്ടമായിരുന്നു. അവൻ റൂമിലെ വാതിൽ അടയ്ക്കാൻ നേരമാണ് നമ്മുടെ ദിവ്യയെ കണ്ടത്. അവളെ നോക്കി അവനൊന്ന് ചിരിച്ചു. അവളും ചിരിച്ചു. പക്ഷേ അവളുടെ മുഖം ആകെ നാണത്താൽ മൂടിയിരുന്നു. അവർ ഒന്നാകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അവൾ മുഖം താഴ്ത്തി നിന്നു. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളെ അടിമുടി ഒഴിയുന്നത് അവൾ ഇടക്കണ്ണിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇനി എത്ര നാൾ കാത്തിരുന്നാലാ തനിക്ക് ഇതുപോലെ ഒരു ഭാഗ്യം കിട്ടുന്നതെന്ന് ആലോചിച്ച് അവൾ നെടുവീർപ്പിട്ടു. ചേട്ടൻ്റെ ഓരോ ചെയ്തികളുടെ ശബ്ദവും പുറത്തു നിന്ന് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചപ്പോഴാ അവളുടെ ശ്രദ്ധ തന്നെ തിരിഞ്ഞത്. വേഗമകം അവൾ അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിലെത്തിയപ്പോൾ അവൾ ഓരോന്ന് ആലോചിച്ച് അവിടെ നിന്നു. ലക്ഷങ്ങൾ മാത്രം പോരാ, സംതൃപ്തിയും വേണമെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ചേച്ചിയും ചേട്ടനും ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കും? അങ്ങനെ ഓരോ ചിന്തകൾ അവൾ കാട് കയറാൻ തുടങ്ങി. കൂട്ടുകാരികൾ പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് അവൾക്കുള്ളത്. അതുകൊണ്ട് എല്ലാം ആസ്വദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് പോകുമ്പോഴാ ചേച്ചിയുടെ റൂമിലെ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. അവൾ അങ്ങോട്ട് നോക്കി. അപ്പോൾ അവളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. റൂമിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ചേച്ചി നല്ല ഉറക്കത്തിലാണ്. ചേച്ചിയെ കണ്ടപ്പോൾ അവൾ നാണത്തോടെ ചേട്ടനെ നോക്കി. ചേട്ടനാണെങ്കിൽ ഒന്നും അറിയാതെ പോലെ അവളെ നോക്കി ചിരിക്കുകയാണ്. നിനക്കും ഇതുപോലുള്ള അവസരം വരും, അപ്പോൾ ഈ നാണമൊക്കെ പൊക്കോളും. അത് കേട്ടപ്പോൾ അവൾ ചേട്ടനെ നോക്കി ഒരു വളിച്ച് ചിരിച്ചിരിച്ചു. എന്നിട്ട് അതിനായി എത്ര നാൾ കാത്തിരിക്കണമെന്ന് അവൾ ചേട്ടനോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം അവൾക്ക് കാണാമായിരുന്നു. അവൾ മുന്നോട്ട് നടന്നപ്പോൾ അവനും കൂടെ നടന്നു. അവൾ നിന്നപ്പോൾ അവൻ നിന്നു. അവൻ്റെ ചുണ്ടുകൾ അവളെ കോരിത്തെരിപ്പിക്കാൻ തുടങ്ങി. അവളിലെ മാറ്റം അവളെ കീഴടക്കാൻ അവന് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. നീ ആള് സ്മാർട്ടാണെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, അവൻ പറഞ്ഞു. അവൻ ഓരോന്ന് പറയുമ്പോഴും അവൾ പുതിയ സുഖങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ചേച്ചി ചേട്ടനെ വിളിക്കുന്നത് കേട്ടത്. അവൾ അവിടെ നിന്ന് വേഗം റൂമിലേക്ക് ഓടി. ചേട്ടൻ്റെ റൂമിലേക്കും. പിന്നീട് അവിടെ നടന്നത് എന്തെന്നറിയാൻ അവൾക്ക് ആകാംക്ഷ കൂടി. പക്ഷേ
ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ അവളുടെ മനസ്സിനെ നിയന്ത്രിച്ചു വെച്ചു. ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ഫോണിലെ റിങ് കേട്ടാണ് അവൾ എഴുന്നേറ്റത്. ഫോണിൽ നോക്കിയപ്പോൾ അത് ചേട്ടനായിരുന്നു. വാതിൽ തുറക്കാൻ പറഞ്ഞായിരുന്നു ആ വിളി. അവളുടെ മനസ്സിനെ നിയന്ത്രിച്ച പോലെ മറ്റു പലതിനെയും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ വാതിൽ തുറന്നു കൊടുത്തു. അപ്പോഴേക്കും അവൻ അകത്തേക്ക് കയറി. ഒട്ടും നേരം കളയാതെ അവൻ്റെ സ്നേഹം മുഴുവനും അവൾക്ക് സമ്മാനിച്ചു. ഓരോന്നും വിശദമായി തന്നെ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ചേച്ചിക്ക് കിട്ടിയ പോലുള്ള അനുഭൂതി അവളിലും ഉണ്ടായി. അവളും അവളുടെ സ്നേഹം മുഴുവനും അവനിലേക്ക് കൊടുക്കാൻ ഒട്ടും പഠിച്ചില്ല. ചേച്ചിയുടെ ഉറക്കത്തിൻ്റെ ആഴം രണ്ടാൾക്കും നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ചേട്ടനുമൊത്ത് കൂടുതൽ നേരം അങ്ങനെ നിർത്താതെ തുടർന്നു കൊണ്ടേയിരുന്നു.